കുഞ്ഞാപ്പി കുറേ നാളായിട്ട് കോഴി വേണം എന്ന് പറയാൻ വേണ്ടിയിട്ട് വളർത്താൻ. അപ്പോൾ അതേ ഏട്ടനൊരു കോഴി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് വളർത്താനല്ല കേട്ടോ കൊണ്ടുവന്നേ. അപ്പോൾ അതേ അച്ഛനും മോനും കൂടെ കോഴീനെ ഈ പരുവത്തിലാക്കിയിട്ടുണ്ടാവും. ഇപ്പം മനസ്സിലായിട്ടുണ്ടാവില്ല കോഴീനെ എന്തിനാണ് കൊണ്ടുവന്നത്. ഞാനും അച്ഛനെ വൃത്തിയാക്കാമെന്ന് പറഞ്ഞ് സഹായിക്കാൻ പോയ കുഞ്ഞാപ്പി കേട്ടോ അടിയിരുന്ന് പുല്ലും പറിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛനും മോനും കോഴി വൃത്തിയാക്കുമ്പോഴത്തേക്കും നമുക്ക് അതിന് വേണ്ട മസാല റെഡിയാക്കാം കേട്ടോ. ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ ആക്കുന്നത്. കുക്കർ അടുപ്പത്ത് വെച്ച് അതിലിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തി ചതച്ചതും കൂടി ചേർത്തൊന്ന് മിക്സ് ആക്കി കൊടുക്കും. അതിലേക്ക് ഒരു 4 പച്ചമുളക് കീറിയത് 2 സവാളയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയൊന്ന് വാട്ടി കൊടുക്കാം കേട്ടോ. അതൊന്ന് വാടി വന്നതിന് ശേഷം അതിലോട്ട് 2 തക്കാളി കൂടി ചെറുതായി മുറിച്ച് ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തൊന്ന് മിക്സ് ആക്കി കൊടുക്കട്ടെ. ഞാൻ ഇവിടെ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നില്ല. കുക്കറിലാവുന്നതുകൊണ്ട് തന്നെ അതായിക്കോളും. തക്കാളിൻ്റെ പച്ചമണം മാറിയിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂണ് ചിക്കൻ മസാല, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ മുളക് പൊടി കുറച്ചേ ചേർക്കുന്നുള്ളൂ കേട്ടോ, കൂടുതൽ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി നല്ലോണം ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇവിടെ മസാല ഇവിടെ റെഡി ആയില്ല കേട്ടോ. അപ്പോഴേക്കും അച്ഛനും മോനും കൂടി ചിക്കനൊക്കെ വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചിക്കനും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഞാനിവിടെ ഒരു 3 വിസിൽ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അധികം മൂക്കാത്ത കോഴിയാണ്, അപ്പോൾ അധികം ഒന്ന് വേവിക്കണ്ട. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ആയി വന്നതിന് ശേഷം അതിലോട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ വേകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ വറുക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് വറുത്ത് ചേർക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോല അതും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് അരമുറി തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഒരു ബ്രൗൺ കളറായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 3-4 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ ചിക്കൻ പൊടിയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വറുത്ത് കൊടുക്കുന്നുണ്ട്. പൊടീൻ്റെ പച്ചമുളകെല്ലാം മാറുന്നവരെ നല്ലോണം ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഇവിടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ വെന്തോന്ന് ചിക്കനും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. കറിയെല്ലാം നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലോട്ട് കുറച്ചുകൂടെ കുരുമുളക് പൊടിയും മല്ലിയിലയും കൂടി ചേർത്തൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നൊരു ചിക്കൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്തേക്കുക കേട്ടോ.